പ്രപഞ്ചത്തിന്റെ മുഴുവൻ ചരിത്രവും ഒരൊറ്റ വർഷത്തിലേക്ക് ഒതുക്കിയാൽ എങ്ങനെയുണ്ടാകും? നമുക്ക് നോക്കാം. അപ്പോൾ ഒരു ചോദ്യത്തോടെ തുടങ്ങാം. 13,800 കോടി വർഷത്തെ ഈ കണക്കിലെ മനുഷ്യൻ എപ്പോൾ വന്നിട്ടുണ്ടാവും? ഇതിനെയാണ് കോസ്മിക് കാലണ്ടർ എന്ന് പറയുന്നത്. പ്രപഞ്ചത്തിന്റെ ഭീമമായ പ്രായം മനസ്സിലാക്കാനുള്ള ഒരു എളുപ്പവഴി. കണ്ടില്ലേ, ഇങ്ങനെയാണ് ആ കാലണ്ടർ. നമുക്കിതിന്റെ തുടക്കം മുതലൊന്ന് നോക്കിയാലോ? അപ്പോൾ നമ്മുടെ കലണ്ടർ തുടങ്ങുന്നത് ജനുവരി 1-നാണ്. അന്ന് രാത്രി 12 മണിക്ക് മഹാവിസ്ഫോടനം. പിന്നെ മാസങ്ങളോളം പ്രപഞ്ചം വികസിക്കുകയായിരുന്നു. ഒടുവിൽ സെപ്റ്റംബറിലാണ് നമ്മുടെ സൗരയൂഥം ഉണ്ടാകുന്നത്. അതായത് 9 മാസമെടുത്തു ഭൂമിയിൽ ജീവന്റെ ആദ്യ തുടിപ്പുകൾ ഉണ്ടാകാൻ. പക്ഷേ ശരിക്കുള്ള സംഭവ വികാസങ്ങളെല്ലാം അവസാന മാസമാണ്. നമുക്ക് നേരെ ഡിസംബറിലേക്ക് പോകാം. ഡിസംബറിലെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ഭൂമിയാകെ മാറി. ദിനോസറുകളൊക്കെ വന്നത് ഈ സമയത്താണ്. അപ്പോൾ ഇത്രയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ എവിടെയാണ്? മനുഷ്യൻ എപ്പോഴാണ് ഈ ചിത്രത്തിലേക്ക് വരുന്നത്? ഉത്തരം വളരെ ലളിതമാണ്. വർഷത്തിലെ ഏറ്റവും അവസാനത്തെ ദിവസം, ഡിസംബർ 31-ന്. അതും ആ ദിവസം മുഴുവനായിട്ടില്ല. രാത്രി 11:52-ന്, അതായത് പുതുവർഷത്തിന് വെറും 8 മിനിറ്റ് മുൻപ്. അതായത് നമ്മുടെ ചരിത്രമെന്ന് പറയുന്നത് ഈ കലണ്ടറിലെ അവസാനത്തെ മിനിറ്റിലൊതുങ്ങൂ. ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഈ കലണ്ടറിലെ ഒരു സെക്കൻഡ് നമ്മുടെ 400-ലധികം വർഷങ്ങളാണ്. അതുകൊണ്ട് പ്രപഞ്ചത്തിന്റെ ഈ മഹാകാലപ്രവാഹത്തിൽ നമ്മുടെയെല്ലാം ജീവിതം ഒരു മിന്നായം പോലെയാണ്. അപ്പോൾ ചോദ്യം ഇതാണ്: നമുക്ക് കിട്ടിയ ഈ കുറഞ്ഞ നിമിഷങ്ങൾ കൊണ്ട് നമ്മൾ എന്തു ചെയ്യും?